ഇപ്പോ ഈ റീസെന്റ് ആയിട്ട് ഒരു ഇഷ്യൂ നടന്നില്ലേ, കാറ് തല്ലി അത് എന്തായിരുന്നു അതിന്റെ ഒരു വാസ്തവം പറയാം? അതിന്റെ വാസ്തവം എന്ന് വെച്ചാല് എന്റെ നാട്ടില് കുറച്ച് ചേട്ടന്മാരുണ്ട്. എനിക്ക് വളരെ അഗ്രഷനോടുകൂടി ഈ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി കൊടുത്തുള്ള ഇന്റർവ്യൂസ് ഉണ്ട്. പക്ഷെ ഇന്ന് ഞാൻ വളരെ സമാധാനമായിട്ട് ഞാൻ അവര് ഇന്റർവ്യൂ കാണണമെങ്കിൽ ചേട്ടാ ഞാൻ ഓക്കെ ആണ് എന്ന് പറയാനായിട്ട് ഞാൻ ഇതാണ്. അതിന്റെ റീസൺ എന്ന് വെച്ചാല് സംഭവം ഇത് എന്റെ അടുത്ത് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ പുള്ളി വെള്ളം ഒടിക്കാനൊക്കെ ആയിട്ട് പൈസ ചോദിക്കും. പുള്ളി ഞാൻ താമസിച്ച നെട്ടാന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ വാളിക്കോട് ജംഗ്ഷൻ തൊട്ട് ഹൗസിംഗ് ബോർഡ് അറ്റം വരെയും ഒരൊറ്റ റോഡാണ്. അപ്പൊ അവിടെ നിന്ന് നടന്ന് ഈ റോഡ് തീരുന്നതിന്റെ അകത്ത് വെച്ച് കാണുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പൈസ ചോദിച്ച് ഒരു വലിയ എമൗണ്ട് ആക്കി അവിടെ നേരെ സിവിലിൽ പോയി സാധനം എടുത്ത് അടിക്കുന്ന സ്കീമിലുള്ള ആൾക്കാരുണ്ട്. എന്റെ കാർ അടിച്ച് പൊട്ടിച്ച ആൾ മാത്രമല്ല, അതുപോലുള്ള ചിലവന്മാർ അവിടെ ഉണ്ട്. കാരണം ഇവർക്ക് പ്രത്യേകിച്ച് ജോലിയില്ല. അവരുടെ കല്യാണപ്രായം കഴിഞ്ഞിട്ട് അവർക്ക് കല്യാണങ്ങൾ നടക്കാറില്ല. അങ്ങനെ ആ ഏരിയക്കായിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പം ചേട്ടൻ ഒരു ദിവസം ഈ ഇൻസിഡന്റ് ഉണ്ടാവണം എങ്ങനെയാണ്, ഈ ചേട്ടൻ പാസ് ചെയ്ത് വരുന്ന വഴിയിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫോണിൽ. പുള്ളിക്കാരി എൻ്റെ കൂട്ടുകാരി. അപ്പൊ ഞാൻ അവള് തമ്മിൽ ഉടങ്ങിക്കൊണ്ടിരിക്കാം, സംസാരിച്ചുടക്കാം. അടയ്ക്ക് ഇങ്ങനെ പ്രശ്നമായിട്ട് സംസാരിച്ച് ഞാനിങ്ങനെ അതിന്റെ ഒരു മൈൻഡ് സെറ്റ് ഇങ്ങനെ നിൽക്കാറ്. ഒരു പുള്ളി എന്നെ കണ്ടിട്ട് കാർത്തികേ ഗൂഗിൾ പേയിൽ ഒരു 300 രൂപ അയച്ചാടാന്ന് പറഞ്ഞു. വെറുതെ ചോദിച്ചു. ഞാൻ ചേട്ടാ എൻ്റെ ഇല്ലാന്ന് പറഞ്ഞു. ചേട്ടാ എൻ്റെ ഇല്ല, ഞാൻ തിരക്കാണ് കേട്ടാന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ അതിന് മുമ്പേ പുള്ളി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ മനുഷ്യൻ 5 പൈസ കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ചേട്ടാ പോയിട്ടാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പുള്ളിയുടെ ഒരു പട്ടിയുണ്ട്, പുള്ളിയുണ്ട്. രണ്ടുപേരും തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. ഞാൻ എന്നിട്ട് അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കാം. എന്നിട്ട് ഈ പുള്ളി ഇങ്ങനെ, ഡേയ് നീ മറ്റേ വലിയ സംഭവമല്ലേ, നീ യൂട്യൂബർ അതൊക്കെ ഇല്ല, നിനക്ക് 300 രൂപ എടുക്കാൻ നിന്റെ ഇല്ലടാ എന്ന് വെച്ചിട്ട് പുള്ളി എന്നെ അങ്ങനെ സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എന്റെ ടോണ് മാറി. ഞാൻ തിരിച്ചു പറഞ്ഞു, നീ എന്റെ വീട്ടിൽ കൊണ്ട് നന്നേക്കണം എന്ന് പറഞ്ഞു. ഞാൻ റോങ്ങായി നീ നന്നേക്കണം എനിക്ക്. നിനക്ക് 300 രൂപ എന്നുണ്ടെങ്കിൽ ഞാൻ എന്നിട്ട് അയാൾ പറയുകയും ചെയ്തു, ചേട്ടാ നിങ്ങൾ ആഹാരം കഴിക്കാനാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഫുഡ് വാങ്ങിച്ചു തരാം, അത് നീ പൈസ തന്നാ മതി, പൈസ ഞാൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നീ അറിയണ്ടെന്നുള്ള രീതിയിൽ പിന്നെ പുള്ളിന്റെ അടുത്ത് റോങ്ങായി. അപ്പൊ ഇതാണ് ഇത് ഇങ്ങനെ ചൊറിയായി. അപ്പൊ ഞാൻ നിൽക്കുന്ന എന്റെ സ്റ്റേറ്റ് വേറെയാണ്, പുള്ളിയുടെ രീതിയിലായിട്ട് നിൽക്കാം. അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞ് പോവെന്നെന്തോ പറഞ്ഞു. ഞാൻ എന്തോ പറഞ്ഞു, പോവെന്നോ താൻ പോടോന്നോ അങ്ങനെ എന്തോ ഞാൻ അയാളെ പറഞ്ഞു. അയാളെ പറഞ്ഞിട്ട് ഞാനാണ് പോയത്, അയാൾ പോയില്ല. അയാൾ അവിടെ കല്യാണം കഴിക്കുക, ഞാൻ പോടോ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. പിന്നെ അതിനുശേഷം ഒരു ദിവസം പുള്ളിനെ ഫോൺ വിളിച്ചിട്ട് എൻ്റെ ഒരു ഫാമിലി പ്രോബ്ലത്തിന്റെ ഇടയിൽ പുള്ളി മറ്റേ റോളിറക്കാൻ വേണ്ടിയിട്ട് എൻ്റെ നമ്പറിൽ വിളിച്ചു. ഫാമിലി പ്രോബ്ലത്തിന്റെ അതല്ല കേട്ടോ, എൻ്റെ നമ്പറിലാണ് വിളിച്ചത്. അന്ന് ഞാൻ ഇതുപോലെ ഒരു കല്യാണത്തിന്റെ കാറ്ററിംഗിന്റെ വീഡിയോ ചെയ്ത് ഒരു 500 ക്ലിപ്പ് ഞാനും 2 മൊബൈൽ ഫോണും ഒരു ലാപ്ടോപ്പും വെച്ചിട്ട് ഇതെങ്ങനെ എഡിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ താടി കൈ കൊടുത്തിരിക്കുക. കാരണം അത്രയും ക്ലിപ്പുണ്ട്, ഇത് 59 സെക്കൻഡിലോട്ടാക്കണം. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന സമയത്താണ് അങ്ങനെ എന്നെ വിളിച്ചത്. അപ്പൊ ഞാൻ ആകപ്പാടെ പ്രാന്തരത്തിക്കുന്ന സിറ്റുവേഷനാണ്. കാരണം വർക്ക് ആ സമയത്ത് ഇഷ്ടം പോലെ ഉണ്ട്, ഇവർക്കെല്ലാം വർക്ക് വീഡിയോ കൊടുക്കണം, ഭയങ്കര പ്രശ്നം ചെയ്യുക. അപ്പൊ ഇയാളെന്നെ വിളിച്ചപ്പോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്നെ ഫോൺ വിളിച്ചു. ഞാൻ മാന്യമായിട്ട് ചോദിച്ചു ആരാണ് എന്താണ്, എന്റെ കോൾ റെക്കോർഡൊക്കെ യൂട്യൂബിലുണ്ട്. അപ്പം വിളി പറഞ്ഞു, അത് നിന്റെ വീട്ടിൽ ഇരിക്കണം, നിന്റെ അമ്മയ്ക്ക് അറിയണമെന്ന് പറഞ്ഞു. എനിക്ക് അത് ഭയങ്കരമായിട്ട് എനിക്ക് കാരണം എന്റെ അമ്മയെ അങ്ങനെയൊക്കെ പറയണത് വളരെ അത് ശുദ്ധ പോക്കറ്റത്തിലാണ്. അങ്ങനെ ആരോട് സംസാരിക്കല്ലോ, അത് വളരെ മോശമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ അയാളെ ചീത്ത വിളിച്ചത്. അയാൾക്കല്ലേ പറയടാ ഞാൻ ഷിവു ആണ്, ഇങ്ങനെ സംസാരിക്കാം. ഇത് ഇയാള് വീട്ടിൽ എന്റെ അമ്മയ്ക്ക് അറിയാണെന്ന് പറഞ്ഞ ഒരൊറ്റ കാര്യം എന്നെ ചൊടിപ്പിച്ചു. അതുകൊണ്ട് മാത്രമാണ് ഇയാളെ ഞാൻ ചീത്ത വിളിച്ചത്. ഞാൻ തന്നെയാണ് അയാളെ ചീത്ത വിളിക്കുന്നത്, ഫോണിൽ ഞാൻ ചീത്ത വിളിക്കുന്നത്. ഞാൻ നല്ല രീതിയിൽ ഞാൻ തള്ളക്ക് വിളിച്ചു, തന്തയ്ക്ക് വിളിച്ചു, എനിക്ക് അറിയാവുന്ന എല്ലാത്തിനെയും ഞാൻ അയാളെ വിളിച്ചു. ഈവൻ ഞാൻ അയാളുടെ പറഞ്ഞു കൂടുതൽ റോൾ ഇറങ്ങണേ ഞാൻ അടിക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ അയാളുടെ ഞാൻ പെട്ടെന്ന് ഇതായി, ഞാൻ എന്റെ ക്യാരക്ടറിന് കുഴപ്പം ഞാൻ അയാളെ ഇത് ചെയ്താൽ. എന്നാൽ ഇയാള് രാത്രി വന്ന് എന്റെ കാർ അടിച്ച് പൊട്ടിച്ചിട്ട് പുള്ളി അങ്ങ് പോയി. പുള്ളി ഒറ്റയ്ക്കായിരുന്നോ അതോ പുള്ളിയുടെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു? ആ ടൈമിൽ ബ്രോ അത് കണ്ടോണ്ടിരിക്കുക? ഞാൻ കണ്ടോണ്ടിരിക്കുക. ഞാൻ എന്റെ ജനൽ നോക്കിയ സമയത്ത് പുള്ളി ഈ പറയുന്ന പോലെ ആൾക്കാരൊക്കെ ആയിട്ട് നിൽക്കുക. ഞാൻ വീണ്ടും വെളിയിൽ ഇറങ്ങി, പുള്ളി ഞാൻ കണ്ടു. പുള്ളി മണ്ടനാണ്. കാരണം ഇയാള് തോർത്ത് മൂടി വന്നിട്ട് എന്തിന് ഇയാള് തോർത്ത് ഇങ്ങനെ ഓപ്പൺ ആക്കിയെന്ന് എനിക്ക് ഇവിടെ മനസ്സിലാവില്ല. ഇയാളല്ലാന്ന് അറിയിക്കാനാണെങ്കിൽ ഇയാള് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഇയാള് തോർത്തിട്ടുകൊണ്ട് വരേണ്ട ആവശ്യമില്ല. ഇയാളങ്ങനെയാണ്.